ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇടുക്കിയിലേക്കുള്ള ട്രിപ്പിൽ രണ്ടാമതായിട്ട് നമ്മൾ മുനിയറ ഗുഹ കണ്ടതിന് ശേഷം കാണാനായിട്ട് പോകുന്നത് നമ്മൾ അമൃത് സരോവർ ജലാശയ പദ്ധതിയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് അതൊന്നും കാണാതെ പോകുന്നത് നമുക്ക് വലിയൊരു നഷ്ടമാവില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് കവർ ചെയ്ത് പോകാമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ടും കൂടി പോകുന്നത്. അപ്പോൾ നമ്മൾ മുനിയറ ഗുഹയിൽ നിന്ന് തിരിച്ച് നമ്മൾ വീണ്ടും ട്രക്കിൽ തന്നെ കയറി ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡരികിലായിട്ട് വണ്ടി പോകുന്ന സ്ഥലത്ത് അവർ നിർത്തി. അവിടുത്തെ ട്രെക്കിങ്ങിൽ തന്നെയാണ് നമ്മൾ യാത്ര തിരിച്ചത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ട്രക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് ദൂരം ഈ ജലാശയ പദ്ധതിയുടെ അടുത്തേക്ക് നടക്കേണ്ടതുണ്ട്. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടരികിലേക്കായിട്ടൊന്നും ട്രക്ക് പോവില്ല. പോകുമ്പോൾ പറഞ്ഞു അവിടെ ധാരാളം അട്ടകളുണ്ട് ഒരു ഭാഗത്തായിട്ട്, അപ്പം വളരെയധികം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഒരു ജലാശയ പദ്ധതിയാണ് കേട്ടോ ഈ അമൃത് സരോവർ പദ്ധതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ആ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞങ്ങളല്ല ഞാന് അയ്യോ എവിടേക്കാ ഇറങ്ങുന്നത്? നല്ല രസമുണ്ടല്ലോ കുടിവെള്ളല്ലേ? പൈപ്പിൽ വെള്ളമൊക്കെ കൊണ്ടുണ്ടാവും അല്ലേ ഓരോ സ്ഥലങ്ങളിലേക്ക്. ജലാശയത്തിൽ കൊണ്ട് ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. ഫസ്റ്റത്തെ അല്ലേട്ടാ അട്ടണ്ടാ മക്കളെ, അട്ടണ്ട്. അതെ, അട്ടയുണ്ട് കേട്ടാ. ഉപ്പൊന്നുമില്ല കയ്യില് കളയാൻ. ഇവിടെ നിന്നാ മതി, ഇവിടെ പിള്ളേർ ഇവിടെ നിന്നാ മതി. ഇവിടെ പേടിയോ നിങ്ങൾക്ക്? പിന്നെ ചോര കൊണ്ടാല് എന്നെയാണ് എടുക്കണേ. അല്ല അട്ടയുണ്ടെന്ന് അട്ട വെള്ളത്തിലിറങ്ങിയല്ലേ. ഇവിടേക്ക് വന്ന് ജലാശയം കണ്ടതിന് ശേഷം എല്ലാവരും തിരിച്ച് ട്രക്കിലേക്ക് തന്നെ പോയി. ഞങ്ങൾ പോസ് ഇടാനായിട്ട്, ഞങ്ങൾ വീഡിയോ ഒക്കെ പോസ് ചെയ്യാനായിട്ട് നിന്ന്. വളരെ കുറച്ച് പേർ മാത്രമേ, കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വന്ന് അതേ ട്രക്കിൻ്റെ പുറത്ത് കയറിയിട്ട് 2-3 ഫോട്ടോസ് എടുക്കണമെന്ന് അനിയനും അനിയത്തിക്കൊക്കെ ഒരേ ഒരു നിർബന്ധം. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോസാണിത്.